നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം. ഭൗതിക ശരീരം ടെഹ്റാനിലെത്തിച്ചു. സംസ്കാര ചടങ്ങുകൾ 6 ദിവസം നീണ്ടു നിൽക്കും. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഉൾപ്പെടെയുള്ള പ്രമുഖരെ കൊലപ്പെടുത്താനുള്ള ഇസ്രായേൽ പദ്ധതിക്ക് തടയിട്ടത് അമേരിക്കയെന്ന് റിപ്പോർട്ട്. മധ്യേഷ്യയിലെ സഖ്യകക്ഷികൾ വഴി വധശ്രമ വിവരം ഇറാനെ അറിയിച്ചത് US എന്ന് ന്യൂയോർക്ക് ടൈംസ്. പരിസ്ഥിതി ടൂറിസത്തിന് പ്രാധാന്യം നൽകാൻ UAE. ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിക്കുന്നതോടെ പരിസ്ഥിതി ടൂറിസം മേഖല വളരുമെന്ന് വിലയിരുത്തൽ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അദാനിയുടെ നടപടിയിൽ കരുതലോടെ നീങ്ങാൻ സർക്കാർ. നിയമോപദേശം തേടും. സർക്കാരിന്റെ പിന്തുണയോടെ മുന്നോട്ടു പോകാൻ അദാനി ഗ്രൂപ്പ്. കരാർ പൂർണ്ണമായും ലംഘിച്ചെന്ന് CPM. ധവളപത്രം പുറത്തിറക്കണമെന്ന് BJP. ഓഹരി കൈമാറ്റത്തിൽ കോൺഗ്രസിനുള്ളിലും ഭിന്നത. അടിയന്തര രാഷ്ട്രീയകാര്യ സമിതി ചേരണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റിന് സംസ്ഥാന ഭാരവാഹിയുടെ കത്ത്. ED ആക്രമിച്ച കേസിൽ CBI അന്വേഷണമില്ല. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന് വിലയിരുത്തി കോടതി. സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയില്ലെന്നും റെയ്ഡിന്റെ കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും സർക്കാർ. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗീനാകുമാരി സ്വീകരിച്ചതെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. CBI അന്വേഷണം വേണമെന്ന പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കി. വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടായതായും പവർ പൂളിൽ നിന്ന് വൈദ്യുതി ലഭിച്ചതായി KSEB. അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. ഇറാൻ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ വിലാപയാത്രയ്ക്ക് സമാനതകളില്ലാത്ത ഒരുക്കങ്ങളുമായി ഇറാൻ ഭരണകൂടം. ഇറാനിലെയും ഇറാഖിലെയും 5 നഗരങ്ങളിലായി ആസൂത്രണം ചെയ്തിരിക്കുന്ന വൻ ചടങ്ങുകൾക്കായി ഖമനിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ടെഹ്റാനിലെ ഇമാം ഖുമൈനി ഹുസൈനിയയിൽ എത്തിച്ചു. ശനിയാഴ്ച നടക്കുന്ന വിലാപയാത്രയിൽ വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇറാനും അമേരിക്കയും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചത്. സംസ്കാര ചടങ്ങുകൾ 6 ദിവസം നീണ്ടു നിൽക്കും. ഫെബ്രുവരി 28-നാണ് ആക്രമണത്തിനിടെ ഖമനയി കൊല്ലപ്പെട്ടത്. അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഉൾപ്പെടെയുള്ള പ്രമുഖരെ കൊലപ്പെടുത്താനുള്ള ഇസ്രായേൽ പദ്ധതിക്ക് തടയിട്ടത് അമേരിക്കയെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. മധ്യേഷ്യയിലെ സഖ്യകക്ഷികൾ വഴി വധശ്രമ വിവരം ഇറാനെ അറിയിച്ചത് US എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. US മുൻ UAEയുടെ പ്രകൃതി ഭംഗിയും ജൈവ വൈവിധ്യവും ലോകത്തിനു മുന്നിൽ കൂടുതൽ ശ്രദ്ധേയമാകാൻ ഒരുങ്ങുന്നു. ലോക പൈതൃക പട്ടികയിൽ ഔദ്യോഗികമായി ഇടം പിടിക്കുന്നതോടെ UAEയുടെ പരിസ്ഥിതി ടൂറിസം മേഖലയ്ക്ക് വലിയ വളർച്ച ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഫുജൈറയിലെ പ്രശസ്തമായ വാദി ബുറൈയെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു. UAEയിലെ ആദ്യത്തെ സംരക്ഷിത പർവ്വത മേഖലയായ വാദി ബുറൈയ അതിന്റെ അതുല്യമായ പ്രകൃതി സൗന്ദര്യവും സമ്പന്നമായ ജൈവ വൈവിധ്യവും കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. പരുക്കൻ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നീരുറവുകളും വെള്ളച്ചാട്ടങ്ങളും ഈ പ്രദേശത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. വർഷം മുഴുവൻ ജലപ്രവാഹം നിലനിൽക്കുന്ന UAEയിലെ അപൂർവ പ്രദേശങ്ങളിലൊന്നായ വാദി ബുറൈയ നിരവധി അപൂർവ സസ്യജന്തു വൈവിധ്യങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. യുനെസ്കോയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കാൻ ആവശ്യമായ വികസന സംരക്ഷണ പദ്ധതികൾ ഫുജൈറ ഭരണകൂടം നേരത്തെ തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ലോക പൈതൃക പട്ടികയിൽ ഔദ്യോഗികമായി ഇടം പിടിക്കുന്നതോടെ UAEയുടെ പരിസ്ഥിതി ടൂറിസം മേഖലയ്ക്ക് വലിയ വളർച്ചയ്ക്ക് വഴിതെളിക്കുമെന്നാണ് വിലയിരുത്തൽ. ലോകമെമ്പാടുമുള്ള പ്രകൃതി സ്നേഹികളെയും ഗവേഷകരെയും വിനോദസഞ്ചാരികളെയും കൂടുതൽ ആകർഷിക്കാൻ ഫുജൈറയ്ക്ക് ഇതിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, ദുബായ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറാനുള്ള അദാനിയുടെ നടപടിയിൽ നിയമോപദേശം തേടാനൊരുങ്ങി സർക്കാർ. തിടുക്കത്തിൽ അനുമതി നൽകേണ്ടെന്നും വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രം അനുമതി നൽകിയാൽ മതിയെന്നുമാണ് സർക്കാർ നിലപാട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ കോൺഗ്രസിലും ഭിന്നത രൂക്ഷമാണ്. അദാനിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്നാണ് KC വിഭാഗത്തിന്റെ ആവശ്യം. കരാർ വിവാദത്തെ പ്രതിപക്ഷവും രാഷ്ട്രീയായുധമാക്കുകയാണ്.
അദാനിയോട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിലാണ് കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസം. വിഷയത്തിൽ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് KC വിഭാഗം. കേരളം ഭരിക്കുന്നത് BJP സർക്കാരല്ലെന്ന് KC കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുകയെന്നും KC ചൂണ്ടിക്കാട്ടിയിരുന്നു. KC ശക്തമായ നിലപാട് എടുത്തതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി അദാനിക്ക് അതൃപ്തി അറിയിച്ച് കത്തയച്ചത്. വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് മുഖ്യമന്ത്രി എന്നാണ് സതീശൻ അനുകൂലികൾ പറയുന്നത്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറാനുള്ള അദാനിയുടെ നടപടിയിൽ നിയമോപദേശം തേടാനാണ് സർക്കാരിന്റെ തീരുമാനം. വിദഗ്ധ സംഘം പരിശോധന നടത്തുകയും ചെയ്യും. കരാറിന് അതിവേഗം അനുമതി നൽകേണ്ടതില്ല എന്നതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. കരാർ വിവാദം സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം വിഷയത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കരാറിൽ പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. ക്രിമിനലുകൾ പങ്കെടുത്ത K. സുധാകരന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം തൂഫാനുമായി ബന്ധപ്പെട്ടതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. K. സുധാകരൻ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുമെന്ന് കരുതുന്നില്ല. ആരൊക്കെയോ അദ്ദേഹത്തെ പോയി കണ്ടതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കരാർ പൂർണ്ണമായും ലംഘിച്ചാണ് വിഴിഞ്ഞത്തിന്റെ ഓഹരി കൈമാറിയതെന്ന് മുൻമന്ത്രി P. രാജീവ്. കരാർ ലംഘനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. തുറമുഖം, ധനകാര്യം, നിയമം, പൊതുഭരണ വകുപ്പ് എല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാ വകുപ്പും ഒരാൾ തന്നെ കൈകാര്യം ചെയ്യുന്നത് എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നും രാജീവ് പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിയുടെ ധവളപത്രം പുറത്തിറക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം പദ്ധതി സർക്കാരിന്റെ കൂടി പണം മുടക്കിയ പദ്ധതിയാണ്. അതുകൊണ്ട് സുതാര്യത ഉറപ്പാക്കണം. സാമ്പത്തിക മേഖല ശക്തിപ്പെടുത്താനും തൊഴിലവസരത്തിനും സ്വകാര്യ നിക്ഷേപം അനിവാര്യമാണ്. CPM സർക്കാർ പദ്ധതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പരസ്യമാക്കണം. തുറമുഖങ്ങളിലെ സ്വകാര്യ നിക്ഷേപം രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന് കരുതുന്നില്ല. സർക്കാരിനോട് ചോദിക്കാതെ ഓഹരി വിറ്റഴിക്കാനോ കരാറിൽ മാറ്റം വരുത്താനോ സാധിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പറഞ്ഞു. കോൺഗ്രസിൽ പുതിയ കരുനീക്കം. പ്രധാന വിഷയങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റിന് കത്ത് ലഭിച്ചു. KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷാണ് കത്ത് നൽകിയത്. അടിയന്തര KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. നികുതി നിർദ്ദേശം ഉൾപ്പെടെ നിർണായക വിഷയങ്ങൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനിക്കുന്നുവെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാകുമ്പോഴാണ് യോഗം ചേരണമെന്ന ആവശ്യമുയരുന്നത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനം മുതൽ വിഴിഞ്ഞം ഓഹരി വിൽപ്പന വരെ നിർണായകമായ പല വിഷയങ്ങളിലും സർക്കാരിനെതിരെ പ്രതിപക്ഷ വിമർശനം ശക്തമാണ്. എന്നാൽ ഇക്കാര്യങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം എന്നതിനപ്പുറം പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് എതിർചേരികൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ബജറ്റിൽ ഉൾപ്പെടുത്തിയ ഏറ്റവും സുപ്രധാന തീരുമാനം മുഖ്യമന്ത്രി മന്ത്രിസഭയെ പോലും അറിയിച്ചിരുന്നില്ല എന്നത് കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിലും മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ എതിർപ്പുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് KPCCയുടെ അടിയന്തര ഭാരവാഹി യോഗം ചേരണമെന്ന ആവശ്യമുയരുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷാണ് KPCC പ്രസിഡന്റിന് കത്ത് നൽകിയത്. സുപ്രധാന തീരുമാനങ്ങളിൽ പാർട്ടിയിൽ ചർച്ച ചെയ്ത് മാത്രമേ നിലപാടെടുക്കാവൂ എന്നാണ് ആവശ്യം. KC വേണുഗോപാൽ പക്ഷക്കാരനായ MR അഭിലാഷ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ച് കത്തയക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ ചേരിപ്പോരും മറനീങ്ങി പുറത്തുവരികയാണ്. വിഴിഞ്ഞം വിഷയത്തിൽ അദാനിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് KC വേണുഗോപാൽ ആവശ്യപ്പെടുന്നത്. VD സതീശൻ അദാനി ഡീലാണ് ഓഹരി വിൽപ്പനയ്ക്ക് പിന്നിലെന്ന് CPM ആരോപണം ഉന്നയിക്കുമ്പോഴാണ് KC വേണുഗോപാൽ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നത്. ദേശീയ തലത്തിൽ അദാനിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം മുൻനിർത്തി KC ചൂണ്ടിക്കാട്ടുന്നത് BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല ഈ വിഷയത്തിൽ കേരളത്തിന്റെ നിലപാടെന്നാണ്. അത് മുഖ്യമന്ത്രി VD സതീശനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. അധികാരത്തിലേറി ഒരു മാസം പിന്നിടുമ്പോഴാണ് മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ കരുനീക്കം നടക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. റിപ്പോർട്ട് അലമാരയിൽ വെക്കാനുള്ളതല്ല, നടപ്പിലാക്കാനുള്ളതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. FCRA നിയമത്തിന് ഉദ്ദേശശുദ്ധിയില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ചില സമൂഹങ്ങളെയും സമുദായത്തെയും ലക്ഷ്യം വെച്ചുള്ളതാണ് നിയമം. നിയമത്തിന്റെ തെറ്റായ വശങ്ങൾ ചൂണ്ടിക്കാട്ടി നിയമസഭാ പ്രമേയം പാസാക്കിയെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചി സീറോ മലബാർ സഭാ ആസ്ഥാനത്ത് സെന്റ് തോമസ് ദിനാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ED ഉദ്യോഗസ്ഥരെ CPMകാർ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. നിലവിലെ അന്വേഷണത്തിൽ ഇടപെടാനില്ലെന്ന് കോടതി അറിയിച്ചു. അന്വേഷണം കാര്യക്ഷമമാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരും ഹർജിയെ എതിർത്തിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് കോടതി അറിയിച്ചു. അന്വേഷണത്തിൽ അപാകതകൾ എന്തെങ്കിലും ഉണ്ടെന്ന് ഹർജിക്കാരനും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയില്ല. ഈ സാഹചര്യം പരിഗണിച്ചാണ് ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെടാനില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയത്. നിലവിൽ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിക്കുന്നുണ്ടെന്നും ഗൂഢാലോചന നടത്തിയതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ EDക്കും സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ ഒരു CBI അന്വേഷണം ഇപ്പോൾ അനിവാര്യമല്ലെന്നാണ് ഹൈക്കോടതി തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ അഭിഭാഷകൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. അമൃത ന്യൂസ്, കൊച്ചി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ മുൻ പ്രോസിക്യൂട്ടർ ഗീനാകുമാരിക്കെതിരെ വീണ്ടും പോലീസ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ പ്രതികളുടെ ജാമ്യഹർജി പരിഗണിക്കുമ്പോഴാണ് ഗീനാകുമാരിക്കെതിരെ പോലീസ് രംഗത്ത് വന്നത്. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് മുൻ പ്രോസിക്യൂട്ടർ സ്വീകരിച്ചുവെന്ന് പോലീസിന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞു. ഗീനാകുമാരി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന കേസിൽ അന്വേഷണം അവസാനിപ്പിച്ചുവെന്നാണ് ഗീനാകുമാരി കോടതിയെ അറിയിച്ചത്. പ്രതികൾ ചെയ്തത് ഗൗരവമേറിയ കുറ്റമാണെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. കേസിൽ 10 പ്രതികളുടെ ജാമ്യഹർജിയാണ് പരിഗണിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടായതായി KSEB. 200 മെഗാവാട്ട് മുതൽ 400 മെഗാവാട്ട് വരെ വൈദ്യുതിയുടെ ഉപഭോഗത്തിന്റെ കുറവാണുണ്ടായത്. ഇതോടെ കഴിഞ്ഞ ഏതാനും ദിവസമായി സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണവും ഒഴിവാക്കി. സംസ്ഥാനത്ത് ഏതാനും ദിവസമായി മഴ വ്യാപകമായതോടെയാണ് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടായത്. 200 മെഗാവാട്ട് മുതൽ 400 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 5 ദിവസമായി ആഭ്യന്തര ഉൽപ്പാദനത്തിലെ കുറവ് പരിഹരിക്കുന്ന പവർ പൂളിൽ നിന്നും KSEBക്ക് വൈദ്യുതിയും ലഭിക്കുന്നുണ്ട്. ഇതോടെ ഏർപ്പെടുത്താൻ നിശ്ചയിച്ച വൈദ്യുതി നിയന്ത്രണം കഴിഞ്ഞ 5 ദിവസമായി KSEB ഒഴിവാക്കി. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളുമായി KSEB മുന്നോട്ട് പോവുകയാണ്. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്ന പുതിയ കരാറിലേക്ക് KSEB പോയേക്കും. ഇതിനു പുറമെ ദീർഘകാല അടിസ്ഥാനത്തിൽ കുറഞ്ഞ വിലയിൽ വൈദ്യുതി വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ട് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനാണ് KSEBയുടെ തീരുമാനം. ഡിസംബർ വരെ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിനും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KSEBക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാർ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ സർക്കാരിന്റെ അന്ത്യശാസനം. വകുപ്പ് മേധാവികൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 3 ആഴ്ചയ്ക്കുള്ളിൽ ഒഴിവുകളുടെ കണക്ക് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. PSC നിയമനങ്ങളുടെ മെല്ലെപ്പോക്കിൽ വ്യാപക വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് കർശന നിർദ്ദേശവുമായി സർക്കാർ രംഗത്തു വരുന്നത്. ആരോഗ്യ വകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലും ആയുഷ് വകുപ്പിലും വിവിധ ക്ഷേമനിധി വകുപ്പിലും ഒട്ടേറെ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇതുമൂലം പല വകുപ്പുകളിലും പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. PSC റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പിലെ ഒഴിവുകൾ അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി K മുരളീധരൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. പരാതികൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നതോടെയാണ് അന്ത്യശാസനയുമായി സർക്കാർ രംഗത്ത് വന്നത്. സർക്കാർ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് നിർദ്ദേശം. വകുപ്പ് മേധാവികൾക്കാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഒഴിവുകളുടെ കണക്കുകൾ 3 ആഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. നാളെ 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിലും ജനങ്ങളുടെ വിശ്വാസം നേടിയ പ്രവർത്തന മികവിലും ലോകത്തിന് മാതൃകയായി ദുബായ് പോലീസ്. ഫെഡറൽ കോമ്പറ്റീറ്റീവ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്ററും ആഭ്യന്തര മന്ത്രാലയവും ചേർന്ന് നടത്തിയ സുരക്ഷാ ജീവിത നിലവാര സർവേയിലാണ് ദുബായ് പോലീസ് ശ്രദ്ധേയ നേട്ടം സ്വന്തമാക്കിയത്. പകൽ സമയത്തെ സുരക്ഷാ സൂചികയിൽ 99.9% സ്കോർ നേടിയാണ് ദുബായ് പോലീസ് റെക്കോർഡ് പ്രകടനം കാഴ്ചവെച്ചത്. വർഷം മുഴുവൻ നഗരത്തിൽ ഉയർന്ന സുരക്ഷാ നിലവാരം ഉറപ്പാക്കിയതിന്റെ തെളിവാണ് ഈ നേട്ടമെന്ന് അധികൃതർ വ്യക്തമാക്കി. രാത്രികാലങ്ങളിൽ ഭയമില്ലാതെ സഞ്ചരിക്കാമെന്ന് 98.7% പേരും അഭിപ്രായപ്പെട്ടപ്പോൾ പോലീസ് സ്റ്റേഷനുകളോടുള്ള വിശ്വാസത്തിൽ 96.2% പേർ സംതൃപ്തി രേഖപ്പെടുത്തി. സുരക്ഷാ ജീവിത നിലവാര സൂചികയിൽ മൊത്തത്തിൽ 98.2% സ്കോറും ദുബായ് പോലീസ് നേടി. ഡിജിറ്റൽ സേവനങ്ങളിലും ഭാവിയിലേക്കുള്ള സാങ്കേതിക മുന്നൊരുക്കങ്ങളിലും സേന മികച്ച മുന്നേറ്റം തുടരുകയാണ്. കഴിഞ്ഞ വർഷം 69 ലക്ഷം അടിയന്തര കോളുകൾക്കും മറ്റ് സേവന ആവശ്യങ്ങൾക്കായുള്ള കോളുകൾക്കും സമയബന്ധിതമായി പ്രതികരിച്ച് ദുബായ് പോലീസ് സേവന മികവ് കാഴ്ചവെച്ചു. ട്രാഫിക് തടസ്സപ്പെടുമ്പോഴോ വാഹനങ്ങൾ പതുക്കെ നീങ്ങുന്ന സാഹചര്യത്തിലോ റോഡിൽ നിന്ന് ശ്രദ്ധ മാറ്റരുതെന്ന് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ്. യഥാർത്ഥ അപകട ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ ബോധവൽക്കരണ വീഡിയോ പങ്കുവച്ചാണ് ഡ്രൈവർമാർക്ക് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, സോഷ്യൽ മീഡിയ നോക്കുക, ചിത്രങ്ങളോ വീഡിയോകളോ പകർത്താൻ ശ്രമിക്കുക തുടങ്ങിയവ ഗുരുതര അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോഴാണ് പലരും ഫോൺ എടുക്കുന്നത്. എന്നാൽ ഏത് നിമിഷവും വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ എപ്പോഴും റോഡിൽ തന്നെ ആയിരിക്കണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു.
ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് 800 ദിർഹം പിഴയും ഒപ്പം ലൈസൻസിൽ 4 ബ്ലാക്ക് പോയിന്റുകളും ശിക്ഷയായി ലഭിക്കും. നിമിഷ നേരത്തെ അശ്രദ്ധ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നും അബുദാബി പോലീസ് ഓർമ്മിപ്പിക്കുന്നു. ആധുനിക സ്മാർട്ട് പരിശോധനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിർത്തി സുരക്ഷ കൂടുതൽ ശക്തമാക്കി ദുബായ്. കഴിഞ്ഞ 18 മാസത്തിനിടെ ദുബായ് വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 900-ലധികം വ്യാജ യാത്രാരേഖകൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് പിടികൂടി. രാജ്യാന്തര തലത്തിൽ ദുബായിയുടെ യാത്രാ സംവിധാനങ്ങളിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതാണ് ഈ നേട്ടം. 2025-ലും 26-ന്റെ ആദ്യ പകുതിയിലുമായി 20,307 യാത്രാരേഖകൾ പരിശോധിച്ചപ്പോൾ 902 ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. വ്യാജ പാസ്പോർട്ടുകൾ, തിരുത്തിയ വിസകൾ, ഡിജിറ്റലായി മാറ്റം വരുത്തിയ രേഖകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 80-ലധികം രാജ്യങ്ങളിലെ പാസ്പോർട്ട് വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഡിജിറ്റൽ ഡേറ്റാബേസും പരിശീലനം നേടിയ വിദഗ്ധരുമാണ് വ്യാജരേഖകൾ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നതെന്ന് GDRFA വ്യക്തമാക്കി. അതിർത്തി സുരക്ഷയിലും യാത്രാരേഖകളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിലും ലോക നിലവാരത്തിലുള്ള സംവിധാനമാണ് ദുബായ് വികസിപ്പിച്ചിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചൈനയിൽ നിന്നെത്തിയ ഒരു യാത്രക്കാരനിൽ നിന്ന് വ്യാജ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. കസ്റ്റംസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടെ യാത്രക്കാരന്റെ ലഗേജിൽ സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 3 സൂട്ട് കേസുകളിലായി സൂക്ഷിച്ചിരുന്ന വ്യാജ ബ്രാൻഡ് വസ്ത്രങ്ങൾ, വാച്ചുകൾ, ചെരുപ്പുകൾ, വിവിധ ആക്സസറികൾ എന്നിവ കണ്ടെത്തിയത്. പിടിച്ചെടുത്ത വസ്തുക്കൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ അവ തങ്ങളുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുമെന്ന് കസ്റ്റംസ് വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തെ എല്ലാ പ്രവേശന കവാടങ്ങളിലും കസ്റ്റംസ് പരിശോധന ശക്തമാക്കി നിയമലംഘനങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ തുടരുകയാണ്. വിപണിയെ സംരക്ഷിക്കുന്നതിനും ബ്രാൻഡ് ഉടമകളുടെ അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ശക്തമായി തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഉച്ചവിശ്രമ സമയത്ത് ജോലി ചെയ്യാൻ ഡെലിവറി റൈഡർമാരെ കമ്പനികൾക്ക് നിർബന്ധിക്കാനാവില്ലെന്ന് UAE മാനവ വിഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയം വ്യക്തമാക്കി. തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തി കടുത്ത നിർദ്ദേശങ്ങളാണ് മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ രാജ്യത്ത് നിലവിലുള്ള ഒക്യുപേഷണൽ ഹീറ്റ് സ്ട്രെസ് പ്രിവെൻഷൻ പോളിസി പ്രകാരമാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയത്ത് കടുത്ത ചൂട് കാരണം പുറം ജോലികൾക്ക് കടുത്ത നിയന്ത്രണമുണ്ട്. ഈ സമയത്ത് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ഡെലിവറി റൈഡർമാരെ ഒരു കാരണവശാലും ജോലിക്ക് നിയോഗിക്കാൻ കമ്പനികൾക്ക് അധികാരമില്ല. അതേസമയം ഉച്ചവിശ്രമ സമയത്ത് നടത്തുന്ന ഡെലിവറി സേവനങ്ങൾക്ക് മന്ത്രാലയം പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടുത്ത വേനൽ ചൂടിൽ തൊഴിലാളികൾക്ക് ഉണ്ടാകാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സൂര്യാഘാതവും ഒഴിവാക്കാനാണ് മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ. 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കോഴിക്കോട് നിന്ന് നേരിട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കുവൈറ്റിലെത്തി. കോഴിക്കോട് നിന്ന് നിറയെ യാത്രക്കാരുമായി ഇന്ന് രാവിലെ 7:30 പുറപ്പെട്ട വിമാനം രാവിലെ 10:05 കുവൈറ്റിലെത്തിയത്. കുവൈറ്റിൽ നിന്ന് നിറയെ യാത്രക്കാരുമായി വിമാനം കോഴിക്കോടേക്ക് പുറപ്പെടുകയും ചെയ്തു. ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് കോഴിക്കോടേക്കും തിരിച്ചുമുള്ള സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കുവൈറ്റിൽ നിന്ന് രാവിലെ 5:50 പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:35 കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. മടക്കയാത്രയിൽ കോഴിക്കോട് നിന്ന് പുലർച്ചെ 2:15 പുറപ്പെടുന്ന വിമാനം കുവൈറ്റ് പ്രാദേശിക സമയം രാവിലെ 4:50 കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന സർവീസാണ് 4 മാസത്തിനു ശേഷം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. വേനലവധി യാത്രകൾ ആരംഭിക്കാനിരിക്കെ വീടുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ച് അബുദാബി പോലീസ് സേഫ് സമ്മർ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. യാത്രയ്ക്ക് മുൻപ് വീടിന്റെ വാതിലുകളും ജനലുകളും കൃത്യമായി പൂട്ടണമെന്നും CCTV ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഉപയോഗിക്കാത്ത വൈദ്യുതോപകരണങ്ങൾ ഓഫ് ചെയ്യുകയും ഗ്യാസ്, വെള്ളം എന്നിവയുടെ കണക്ഷനുകൾ ഓഫാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. യാത്രാ വിവരങ്ങളോ വീട് ഒഴിഞ്ഞുകിടക്കുന്ന ദിവസങ്ങളോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കരുതെന്നും വിശ്വസ്തരായ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ വീടിന്റെ മേൽനോട്ടത്തിന് ചുമതലപ്പെടുത്തണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പോലീസിനെ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം സർക്കാർ ആപ്ലിക്കേഷനായ സഹൽ ആപ്പിലൂടെ വാഹന രജിസ്ട്രേഷൻ ലൈസൻസിന്റെ ഡിജിറ്റൽ പകർപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള പുതിയ സർവീസ് ആരംഭിച്ചു. പുതിയ സേവനത്തിന്റെ ഭാഗമായി വാഹന ഉടമകൾക്ക് തങ്ങളുടെ വാഹന രജിസ്ട്രേഷൻ ലൈസൻസിന്റെ ഇലക്ട്രോണിക് പതിപ്പ് സഹൽ ആപ്പിലൂടെ നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ഫോണിൽ സുരക്ഷിതമായി സൂക്ഷിക്കാം. സർക്കാർ സേവനങ്ങൾ കൂടുതൽ ഡിജിറ്റലാക്കുകയും പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നതിനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഈ പുതിയ സേവനം.
ഷാർജയിലെയും വടക്കൻ എമിറേറ്റുകളിലെയും ഇന്ത്യൻ പ്രവാസികൾക്ക് ആശ്വാസമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് പ്രത്യേക അറ്റസ്റ്റേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ സഹകരണത്തോടെ ജൂലൈ 4-5 തീയതികളിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4:30 വരെയാണ് ക്യാമ്പ്. ഇന്ത്യൻ കോൺസുലർ സേവനങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ പ്രവാസികൾക്ക് ആവശ്യമായ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക ജനസമ്പർക്ക പരിപാടി ഒരുക്കിയിരിക്കുന്നത്. അറ്റസ്റ്റേഷൻ ആവശ്യമായ അസൽ രേഖകളും അവയുടെ പകർപ്പുകളും സാധുതയുള്ള പാസ്പോർട്ട്, എമിറേറ്റ്സ് ID, കോൺസുലേറ്റ് നിർദ്ദേശിച്ച ഫീസ്, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ കൈവശം കരുതണമെന്ന് അധികൃതർ അറിയിച്ചു. അപേക്ഷകൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കാൻ എല്ലാ രേഖകളും മുൻകൂട്ടി പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. വടക്കൻ എമിറേറ്റുകളിലെ ഇന്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് പ്രവാസി മലയാളി കുടുംബങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ആവശ്യക്കാർക്ക് വിവരം കൈമാറണമെന്നും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. മക്ക KMCC സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മക്ക പലസ്തീൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹജ്ജ് വോളണ്ടിയർമാരുടെ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നിർവഹിച്ചു. ഈ വർഷത്തെ ഹജ്ജ് വോളണ്ടിയർ സേവനം വിജയകരമായി പൂർത്തിയാക്കിയ മക്ക KMCC സെൻട്രൽ കമ്മിറ്റി തങ്ങളുടെ വോളണ്ടിയർമാർക്കായി സ്നേഹസംഗമം ഒരുക്കി. ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുമോദന പ്രസംഗം നടത്തി. മക്കയിലെത്തുന്ന തീർത്ഥാടകരെ സേവിക്കാൻ KMCC ഹജ്ജ് വോളണ്ടിയർമാർക്ക് ഭാഗ്യം ലഭിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയവും പുണ്യകരവുമായ കാര്യമാണെന്ന് തങ്ങൾ അഭിപ്രായപ്പെട്ടു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടം തൊട്ട് തന്നെ ഹജ്ജുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗ് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. പിന്നെ KMCC രൂപീകരിക്കപ്പെട്ടപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അത് KMCC ഏറ്റെടുത്തു. അത് ഭംഗിയായി അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. സൗദി KMCC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അഷറഫ് വേങ്ങാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കമ്മിറ്റി നേതാക്കളായ അഹമ്മദ് പാളയാട്ട്, അബൂബക്കർ ഇബ്ര, ഹാരിസ് കല്ലായി, നാസർ എടവനക്കാട് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വേളയിൽ രാപ്പകലില്ലാതെ സേവന രംഗത്ത് സജീവമായിരുന്ന മക്ക KMCCയുടെ വിവിധ ഏരിയ കമ്മിറ്റികൾക്കുള്ള ആദരവും സർട്ടിഫിക്കറ്റുകളും പാണക്കാട് സാദിഖ് അലി തങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. മക്ക KMCC നേതാക്കളായ മുജീബ് പൂക്കോട്ടൂർ, മുസ്തഫ മുഞ്ഞക്കുളം, മുസ്തഫ മലയിൽ, നാസർ കിൻസറ, കുഞ്ഞാപ്പ പൂക്കോട്ടൂർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. സൗദി അറേബ്യയിൽ എഞ്ചിനീയറിംഗ് തസ്തികകളിൽ സ്വദേശീവൽക്കരണം 30% ഉയർത്താനുള്ള തീരുമാനം പ്രാബല്യത്തിൽ വന്നതായി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. നഗരസഭാ ഭവനകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഈ പുതിയ നിയമം 5 അതിലധികമോ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കും. ആർക്കിടെക്ട്, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇൻഡസ്ട്രിയൽ, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങി 46 എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ എഞ്ചിനീയറിംഗ് തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാർക്കും സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നിർബന്ധമാണെന്നും അധികൃതർ വ്യക്തമാക്കി. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടിൽ നാളെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കറുത്ത കുതിരകളായി മാറിയ കേപ്പ് വെർദയെ നേരിടും. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 മത്സരം പ്രവചനങ്ങൾക്കതീതമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. കാൽപന്ത് കളിയുടെ ഇതിഹാസം ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന കപ്പടിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇതുവരെയുള്ള പ്രകടനങ്ങളാണ് ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ ജീവൻ മരണ പോരാട്ടമാണ് കേപ്പ് വെർദയുമായുള്ള പോരാട്ടം.
പശ്ചിമ ആഫ്രിക്കയിൽ നിന്നും ആദ്യമായി ലോകകപ്പ് കളിക്കാനെത്തിയ കേപ്പ് വെർദെ ലോകകപ്പിലെ ആദ്യ റൗണ്ടിൽ തന്നെ കറുത്ത കുതിരകളായി മാറി കാൽപന്ത് പ്രേമികൾക്ക് രോമാഞ്ചമായ ടീമാണ്. വെറും 5.5 ലക്ഷത്തോളം ജനസംഖ്യയുള്ളൊരു ദ്വീപിൽ നിന്നാണ് വിശ്വവേദി വിസ്മയിപ്പിക്കാൻ അവരെത്തിയത്. ഗ്രൂപ്പ് എച്ചിൽ നിന്നും യുറുഗ്വേയും സൗദി അറേബ്യയും ഒക്കെ പോയിന്റ് നിലയിൽ പിന്നിലാക്കി സ്പെയിനിന് പിന്നിൽ 2ാം സ്ഥാനക്കാരായി അവർ മുന്നേറിയപ്പോൾ പലരും അമ്പരന്നു. ഡിഫൻഡർ ഡെയ്നി ബോർഗസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിരയുടെ കരുത്തും പ്രായം 40 പിന്നിട്ട ഗോൾ കീപ്പർ വോസിൻഹയുടെ അസാധ്യ സേവുകൾ കൊണ്ടും ഈ കുഞ്ഞൻ ദ്വീപ് രാജ്യം ചിലപ്പോൾ മുൻ ചാമ്പ്യന്മാർക്ക് ഭീഷണിയാകും. ലയണൽ മെസ്സിയുടെ കാലുകളിലാണ് അർജന്റീനയുടെ മുഴുവൻ പ്രതീക്ഷകളും. അർജന്റീന മികച്ച ഫോമിലാണ് എന്നതാണ് ആരാധകർക്ക് ആശ്വാസം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ജോർദാനെതിരെ 3-1 അവർ വിജയം നേടി ഗ്രൂപ്പ് ജേതാക്കളായാണ് നോക്കൌട്ടിലെത്തിയത്. മറുവശത്ത് ഗ്രൂപ്പ് എച്ചിൽ തോൽവി അറിയാതെയാണ് കേപ്പ് വെർദെയുടെ വരവ്. ലോക റാങ്കിങ്ങിൽ ഏറെ മുന്നിലുള്ള അർജന്റീനയ്ക്കെതിരെ അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നാണ് കേപ്പ് വെർദെ പ്രസിഡന്റ് ജോസ് മരിയ നോവസ് ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പ്രഖ്യാപിച്ചത്. ഇതിനിടയിലാണ് നോക്കൌട്ടിൽ കേപ്പ് വെർദെ അർജന്റീനയെ തോൽപ്പിക്കുമെന്ന വൈറൽ ദുർമന്ത്രവാദി നാനാ ക്വാക്കു ബോൺസാം രംഗത്തെത്തിയത്. എന്തായാലും കുഞ്ഞനായാലും കളിയിൽ കേമന്മാരാണെന്ന പേര് ഇതിനകം നേടിയ കേപ്പ് വെർദെ ചെറുതായി മിശികയും കൂട്ടരും കാണില്ല. പഴുതുകളടച്ച് മത്സരം കയ്യിലെടുക്കാനാണ് അർജന്റീനയുടെ വരവ്. എന്നാൽ മെസ്സി എന്ന മാജിക്കിനെ കേപ്പ് വെർദെ എങ്ങനെ തളയ്ക്കുമെന്ന് കാത്തിരുന്നു കാണണം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഈ റിപ്പോർട്ടോടുകൂടി മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.